സുമേഷ് കണ്ടിട്ടുണ്ടോ ഇയാളെ? ഞാൻ ഈ ദേശാഭിമാനിയായിട്ട് ബന്ധമില്ല. അതുള്ളത് കൊണ്ട് എൻ്റെ ഫോട്ടോ ദേശാഭിമാനി പബ്ലിഷ് ചെയ്യാത്തതിൽ എനിക്കൊരു വിരോധവും ഇല്ല. മാറ്റി നിർത്തട്ടെ. ഇനി ഫാമിലി ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് 3 മക്കളെ ഉള്ളായിരുന്നു എന്ന് എഴുതിയാലും പോലും എന്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടില്ല അവരുടെ മക്കളെന്ന്. അവരാണ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നു നിന്ന് MM ലോറൻസിന്റെ അടുത്ത് നിന്ന് കരഞ്ഞത്. സംഘബന്ധമുണ്ടോ? എന്ത് ബന്ധ സുമേഷ്? ഞാൻ എവിടെയെങ്കിലും കണ്ട് ഒരു മെമ്പർഷിപ്പ് ഞാൻ സുമേഷിന് ഡിമോഫേഷൻ കേസ് കൊടുക്കണം, ഇങ്ങനെ പറയണ എല്ലാ പത്രക്കാർക്കെതിരെ കൊടുക്കണം എന്ന് വെച്ചാൽ എന്റെ മെമ്പർഷിപ്പ് അവർ കാണിച്ചു തരട്ടെ അല്ലേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അതിലെന്താണ് ഒരു കുറച്ചില്? കുറച്ചില്ലല്ലോ. ഞാൻ ബന്ധം ഉണ്ടെങ്കിൽ ഞാൻ ബന്ധം ഉണ്ടെന്ന് ഞാൻ പറയുന്ന മാധ്യമങ്ങളുടെ കാര്യമാണ്. അതായത് ഒരു BJP അനുഭാവി അല്ലെങ്കിൽ ഒരു സംഘപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അതിലെന്താണ് ഇവർക്കൊക്കെ ഇത്ര ഫ്ലോറൻസിന്റെ മോള് അല്ലെങ്കിൽ ഇവര് പോകാൻ പാടില്ല എന്നുള്ള ഒരു ഇതാണ്. അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ഞാൻ നാളെ എടുക്കണം എന്ന് പറഞ്ഞ ഇപ്പൊ മഹാരാജി ഭവനിൽ ചെന്നാല് ഒരു ഷോളൊക്കെ ഇട്ട് ഞാമനെ പിടിച്ച് ഞാൻ ഇറങ്ങും. അത് എന്റെ തീരുമാനമായിരിക്കണം, അല്ലാണ്ട് ആരും പറഞ്ഞിട്ടും ഉള്ള തീരുമാനമൊന്നും അല്ല. അപ്പം സംഘിബന്ധം പിന്നെ അപ്പച്ചനോട്ട് അകൽച്ചയുള്ള മകള്, അതാണല്ലോ എനിക്ക് ചാർത്തി തന്നിട്ടുള്ള പട്ടം. അപ്പം അതുള്ളത് കൊണ്ട് എൻ്റെ ഫോട്ടോ ദേശാഭിമാനി പബ്ലിഷ് ചെയ്യാത്തതിൽ എനിക്കൊരു വിരോധവും ഇല്ല. മാറ്റി നിർത്തട്ടെ. ഇനി ഫാമിലി ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് 3 മക്കളെ ഉള്ളായിരുന്നു എന്ന് എഴുതിയാലും പോലും എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടില്ല അവരുടെ മക്കളെന്ന്. അതും പ്രശ്നമില്ല, ഞാൻ അതും ഫേസ് ചെയ്യും. പക്ഷേ വഴക്കും സംഘിബന്ധം ഇല്ലാത്ത സുജയുടെ ഭർത്താവും മകനെയും നിർത്തിക്കൊണ്ട് അടുത്തൊരു ഫോട്ടോ എടുത്ത് കൊടുത്തുവിടായിരുന്നു. ഈ സജീവന്റെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു, അവരെ നിർത്തി ഫോട്ടോ എടുത്തു. സജീവൻ സഖാവായിരുന്നല്ലോ, മരിച്ചുപോയ മകന്റെ ഭാര്യയും മക്കളും അവിടെ ഉണ്ടായിരുന്നു, അവരുടെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ഇത് കൊടുത്തിരുന്നത് ഏതോ ഒരു ഷെറിൻ പറഞ്ഞിരിക്കുന്നു, പാർട്ടിക്കാര് ഏതോ ഒരു ബന്ധുവാണ്, അവര് പാർട്ടിക്കാരാണ് ഭയങ്കരമായിട്ട് നോക്കിയെന്ന്. മക്കളുടെ ഒരു വേർഷനില്ല. ഇതുപോലെ ഏതോ ബന്ധു ഒരു ഷെറിനും വീട്ടുകാരിൽ ജോലിക്ക് നിന്നവരുടെ കണ്ണീരുമായിരുന്നു അപ്പച്ചന് വേണ്ടിയിട്ട് ഇവര് സമർപ്പിച്ച ഒരു. ഈ അവസാന കാലത്ത് പാർട്ടിയാണോ അപ്പച്ചനെ ഇത് മുഴുവനാക്കട്ടെ. ഇവര് പറഞ്ഞു വിടാനുള്ള കാര്യം ചോദിച്ചല്ലോ. അപ്പച്ചന് അഴീക്കോടൻ രാഘവനുമായിട്ട് അപാര ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള കൊല്ലപ്പെടലും മരണമൊന്നും തിരിച്ചറിയാത്ത പ്രായമാണ് എനിക്ക്. പക്ഷെ രാത്രിയിൽ എപ്പോഴോ ഫോൺ ലാൻഡ് നമ്പർ വീട്ടിലുണ്ട് പണ്ട് തൊട്ട്. എന്തോ വന്നു അപ്പച്ചൻ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെടുന്നതും ഡ്രസ്സ് ചെയ്യണതും ഉറക്കത്തിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട്. രാവിലെ തന്നെ അന്ന് ട്രെയിനൊന്നും ഇല്ല, KSRTC ബസ്സിൽ വല്ലതും ആയിരിക്കണം പോയിട്ടുണ്ടാവുക. അപ്പച്ചൻ അമ്മയോട് പറയണതും അമ്മയും ഷോക്കായിട്ടിരിക്കണതും ഒരു മിസ്റ്റിൽ എനിക്ക് ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ ആ ദിവസം എനിക്ക് കാണാം. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം അപ്പച്ചൻ ചോദിച്ചു, സഖാവ് തന്ന ആ പേന എടുക്ക്. എനിക്കത് അപ്പച്ചനൊരു പേന കൊടുത്തിരുന്നു. നോക്കിയപ്പോൾ അത് കാണാനില്ല. അമ്മയുടെ അലമാരിയിൽ, അമ്മയ്ക്ക് ഒരു അലമാരി ഉള്ളായിരുന്നു, ആ അലമാരിയിലാണ് എല്ലാം അമ്മയുടെ സ്വർണ്ണ ആഭരണങ്ങളൊക്കെ വെച്ച് പൂട്ടി അമ്മ കൊണ്ടു നടന്നിരുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് പേര് വീട്ടിൽ വന്നു പോകുന്നൊരു വീടാണ്, അത്ര കെട്ടുറപ്പുള്ള വീടൊന്നുമല്ല. അമ്മയുടെ ഇവിടെ കാണുമായിരുന്നു താക്കോൽ എപ്പോഴും. അമ്മയുടെ അമ്മ കൊടുത്ത സ്വർണ്ണാഭരണങ്ങളൊക്കെ സേഫായിട്ട് അതിലുണ്ടായിരുന്നു. അപ്പോൾ കിടക്കാൻ നേരത്ത് തലോണിയുടെ അടിയിൽ വെക്കും, പിന്നെ ടോയ്ലറ്റിൽ പോകാൻ നേരത്ത് മാറ്റി വെക്കും. ഈ പേന കാണാണ്ട് പോയി അപ്പച്ചനന്ന് ഭയങ്കരമായിട്ട് ബേഴ്സ്ഡായി അമ്മയോട് വഴക്കുണ്ടാക്കുക. എന്നുവെച്ചാൽ വേറെ അടിയടി ബഹളമൊന്നും അല്ല, സൂക്ഷിച്ചില്ല അത് പോയി എന്ന് പറഞ്ഞ് സഖാവ് എനിക്ക് തന്ന. അപ്പച്ചൻ അതൊരു ഷോക്കായിരുന്നു. അപ്പച്ചൻ ആരുടെ മരണമൊന്നും അങ്ങനെ ഷോക്കായിട്ട് എടുക്കുന്ന ആളെങ്കിൽ സഖാവിന്റെ ഓർമ്മയിൽ കിട്ടിയ ആ പേന നഷ്ടപ്പെട്ടത് അപ്പച്ചന് ഷോക്ക് തന്നെയായിരുന്നു. ഞങ്ങളൊക്കെ തെരഞ്ഞു പിടിച്ചു, സകലതും നോക്കല് വലിച്ചിട്ട് നോക്കിയിട്ട് എങ്ങും പേനയില്ല. കുറച്ച് അതങ്ങനെ മറന്നു. എന്നാലും ആ പേന ആരെടുത്ത് കാണും ഞങ്ങളൊക്കെ ചോദ്യം ചെയ്തേ. പേനാണ്ട് നമുക്കൊക്കെ എടുത്ത് എഴുതലുണ്ടല്ലോ, ഞങ്ങളൊക്കെ ചോദ്യം ചെയ്ത് ഞങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ആരും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും അതങ്ങനെ മറന്നു എന്നുള്ള മട്ട് നിൽക്കുമ്പോൾ കുറച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ പേഴ്സ് കാണാനില്ല. അപ്പൊ പറഞ്ഞു ഇവിടെ ആരോ സ്ഥിരമായിട്ട് ഇത് എടുക്കുന്നുണ്ട്, കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പലരും വന്ന് പോകുന്നല്ലേ, നമുക്കിത് ആരെയും കാണാണ്ടെന്നും പറയാൻ പറ്റില്ല. എന്ത് വന്നാലും ഇപ്രാവശ്യം ഇത് പറയാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അന്ന് ആരോ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി സകലതുമാരി എല്ലാം കുഞ്ഞു വീടാണ്, എല്ലാം നോക്കി വന്നപ്പം വീട്ടിൽ നിൽക്കുന്നവരുടെ സാധനങ്ങളുടെ ഇടയിൽ നിന്ന് പേനയും കിട്ടി, ആ പേഴ്സ് കിട്ടി. പിങ്ക് കളറിലൊരു പേഴ്സ്, ഡയമണ്ട് ഷേപ്പിലുള്ളൊരു ഡിസൈനുള്ളൊരു ഷേപ്പ്. അത് ഓർമ്മയുണ്ട്. അതോടുകൂടിയാണ് അവരെ വീട്ടിൽ നിന്ന് പൈസ ഉണ്ടായിരുന്നു, ഈ പേന ഉണ്ടായിരുന്നു. പിടിച്ചു കൊണ്ടുവന്ന മുമ്പിൽ പിടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ഈ പേഴ്സ് അവരൊന്നും ചോദ്യം ചെയ്തൊന്നുമില്ല. അവർ കല്ല് പോലെ ഞാൻ പറഞ്ഞില്ല, സ്റ്റബേൺ ക്യാരക്ടറാണ് അവർ. നമ്മൾ പിടിച്ചാൽ നമുക്ക് നാണക്കേട്, കണ്ണീര്, ഒരു സോറി പറയുക, പാറ പോലെ കടപ്പുറത്തെ കല്ലിൻ്റെ
ഇതില്ല, അതുപോലെ ഉറച്ച ശക്തിയോടുകൂടി അവരവിടെ നിന്നു. അമ്മ അങ്ങനെ അമ്മയുടെ ബ്രദേഴ്സിന്റെ ബസ് ചെല്ലാനത്തേക്ക് ഡെയിലി പോകുന്നുണ്ട്. ബസ്സിൽ കത്ത് കൊടുത്തു വിട്ട് വന്ന് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് ഇനി വല്ലയിടത്ത് ഓടിപ്പോയാൽ നമ്മൾ ഉത്തരവാദിയല്ലേ. അങ്ങനെ അമ്മമ്മ വന്നാണ് അവരെ കൊണ്ടുപോയത്. അവരെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് നിന്ന് MM ലോറൻസിന്റെ അടുത്ത് നിന്ന് കരഞ്ഞത്. എന്നിട്ട് അപ്പച്ചൻ്റെ അമ്മയുടെയും സാമ്പത്തിക സ്ഥിതിയെ പറ്റി ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് സഹിതം ഫാമിലി ഫോട്ടോസ് സഹിതം എഴുതിയപ്പോൾ ദേശാഭിമാനിയിലെ ഒരാള് എന്താണ് ദിലീപ് കുമാർ ദേശാഭിമാനി ലേഖകനാണെന്നാണ് എപ്പി ഇതില് വന്നിട്ട് തമ്പ്രാട്ടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ, ജനങ്ങളും കൂടി കേൾക്കട്ടെ. FBയില് കുറച്ച് പേരല്ലേ കേൾക്കത്തുള്ളൂ. സുമേഷ് കണ്ടിട്ടുണ്ടോ ഇയാളെ? ഞാൻ ഈ ദേശാഭിമാനിയായിട്ട് ബന്ധമില്ല, അതുപോലെ ഇത്തരം എന്നാലും മാധ്യമപ്രവർത്തനത്തിലേക്ക് വല്ലയിടത്തും ഇതാണ് ആള്. കണ്ടിട്ടില്ല. ദിലീപ് കുമാർ എന്ന പേര് അയാളുടെ പ്രൊഫൈലില് ദേശാഭിമാനി ലേഖൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എഴുതി വെച്ചിരിക്കുക, തമ്പ്രാട്ടി പറയുന്നതൊക്കെ ശരിക്കും ഉള്ളതാണോ അതോ തലക്കകത്ത് ചാണകം നിറഞ്ഞതുകൊണ്ട് പൊട്ടത്തരങ്ങൾ പറയുന്നതാണോ? എന്തായാലും തമ്പ്രാട്ടി കലക്കുന്നുണ്ട്. അപ്പച്ചനെയും അമ്മേനെയും തമ്പ്രാട്ടി എന്നൊക്കെ വിളിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അത്രയും ഇതായിട്ട് ഞാൻ എഴുതിയിട്ടില്ല, മറച്ചു വെച്ചതാണ്. ഞങ്ങളെ മക്കളെ പോലും മുതലാളിന്ന് വിളിക്കുമായിരുന്നു. ചെല്ലാനും ആരോ വഴക്ക് പറഞ്ഞ് നിർത്തിച്ചതാണ്. ചാണകം നിറച്ചു വെച്ചിരിക്കുകയാണ് എൻ്റെ തലയിൽ. ഈ കമ്മികളുടെയൊക്കെ തലയിൽ എന്താണ് എൻ്റെ അകത്തുള്ളത്? ഇതുപോലത്തെ അസൂയ നിറഞ്ഞ MM ലോറൻസിൻ്റെയും ഭാര്യയുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി എഴുതിയപ്പം ഒരു മകളെ അപമാനിച്ച് എവിടെയെങ്കിലും കിടക്കുന്ന ഒരു അണികളെ വന്നിട്ട് എടിപൊടി എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇങ്ങനെ എഴുതണം ഞാൻ ആദ്യമായിട്ട്. ദേശാനി ലേഖൻ തന്നെയാണോ എന്ന് കണ്ടറിയണം. ദേശാനിക്കാര് അല്ലെങ്കിൽ അയാൾക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കട്ടെ, അയാൾ ദേശാനിയല്ല. അല്ലെങ്കിൽ ഈ സഖാവ് MM ലോറൻസിന്റെ ആത്മകഥയിൽ VS-നെ വിമർശിച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ബന്ധം സഖാവ് എന്നുള്ള ബന്ധം അല്ലാണ്ട് വേറെ ബന്ധമൊന്നും ഇല്ല. അല്ല, അവർ തമ്മിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ സ്വരച്ചേർച്ചയോ വഴക്കോ? അപ്പച്ചൻ സഖാവ് എന്നല്ലാണ്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. VS എന്നോ അച്ഛനെന്നോ പോലും പറഞ്ഞിട്ടില്ല, സഖാവെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവർ തമ്മിൽ അയൽ ജില്ലക്കാരാണ്. എന്നിട്ട് പോലും സഖാവ് ആരെ അങ്ങോട്ട് ഉൾക്കൊള്ളണ ആളൊന്നും ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പല അപ്പച്ചനോട് എവിടെ തുടങ്ങി എന്നുള്ളതും എനിക്കറിയില്ല. ഇവർ തമ്മിൽ പാർട്ടിക്കകത്ത കാര്യമൊന്നും ചോദിക്കണം അപ്പച്ചന് ഇഷ്ടമല്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയും നിങ്ങൾ അതിൽ ഇടപെടേണ്ട, നിങ്ങളതൊന്നും അറിയേണ്ട കാര്യമില്ല, അതങ്ങനെ നടന്നോളൂ എന്ന് പറയും. അല്ല, അങ്ങനത്തെ ഒരു നേച്ചറാണ് അപ്പച്ചൻ്റെ. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. VS-നെ പറ്റി ഒരു കുറ്റവും അപ്പച്ചനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അകൽച്ചയുണ്ടെന്ന് അറിയാം. സഖാവെന്നേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞിട്ടുണ്ടോ അറിയാമോ? 2-3 കാര്യം വ്യക്തമായിട്ട് എനിക്ക് അറിയണത്, ഈ ലെനിൻ സെന്റർ പണിതതും നമ്മുടെ കൺമുമ്പിൽ തന്നെയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ കാനൻ ഷെഡ് റോഡ് അറിയോ? എറണാകുളം ബോഡ്ജറ്റ് TD റോഡിലൊരു വാടക കെട്ടിടത്തിലായിരുന്നു CAT-ന്റെ ഓഫീസ്. താഴെ മോളിൽ കുഞ്ഞുമുറി, അതിൻ്റെ മുകളിൽ ജില്ലാ കമ്മിറ്റി ഓഫീസും. അവിടെ അതിന് കഴിഞ്ഞിട്ട് ലെനിൻ സെന്ററിൽ പണിയാൻ തീരുമാനിച്ചപ്പോൾ ലെനിൻ സെന്ററിൽ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് സമ്മേളനം നടത്താനുള്ള കോമ്പൗണ്ടൊന്നും ഇല്ലാഞ്ഞിട്ട് മണപ്പാട്ടി പറമ്പിലായിരുന്നു അന്ന്. അല്ല, ഓഫീസല്ല, ഈ സമ്മേളനം നടത്തിയത്. കല്ലിടൽ ചടങ്ങ്. കല്ല് അവിടെ ഇട്ടെങ്കിലും അതിനെപ്പറ്റിയുള്ള സമ്മേളനം ഇതൊക്കെ നടന്നത് അവിടെയാണ്, കല്ലിട്ടത് അവിടെയാണ്. അപ്പൊ ഞാൻ മണപ്പാട്ടി പറമ്പിലാണ് ലെൻ സെന്റർ പണിതെന്നും പറഞ്ഞാണ് കുറെ നാൾ ഇരുന്നത്. കല്ലിടലിന്റെ സമ്മേളനം എന്നാണല്ലോ പറയണത്. പക്ഷെ അത് പറമ്പ് വേറെയും കല്ലിട്ടത് മറ്റിടത്തുമായിരുന്നു. നിയമസഭാവാണ് കല്ലിട്ടത്. അപ്പോൾ ഞാനും അമ്മയും സുജയും കൂടി പോയിരുന്നു എന്ന് തോന്നുന്നു. സുജ ഹോസ്റ്റലിലാണോ, ഞാനും അമ്മയും പോയിരുന്നു. രാത്രിയൊക്കെ അപ്പച്ചൻ സ്റ്റേജിൽ നിൽക്കണം, നമ്മൾ ദൂരേന്ന് കാണാം. എന്നിട്ട് സഖാക്കളുടെയൊക്കെ ഞങ്ങളും താഴെ പുല്ലിലാണ് ഇരുന്നത്, മണ്ണിൽ. അവിടെ നിന്ന് നടന്ന് അമ്മ പറഞ്ഞു ഇനി വീട്ടിൽ പോകും. അപ്പോൾ കലൂരിൽ നിന്ന് നമ്മുടെ വീട് ഈ മഹാരാജ് കോളേജ് വരെ രാത്രി നടക്കുക സേഫ് ഒന്നും അല്ല. അന്നും കൊച്ചി നഗരം ഇപ്പോഴത്തെ പോലെ കൊച്ചി നഗരം മാറിയ കൊച്ചിയൊന്നും അല്ല. അന്നും കൊച്ചി നഗരം കൊച്ചി തന്നെയായിരുന്നു. അന്ന് കൊള്ളതാമയൊക്കെ ഉള്ള നഗരം തന്നെയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അപ്പച്ചനോട് പോയി പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ എന്നെ കണ്ട് ഷൺമനങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്നാ മോളേന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞിട്ടാണ് അപ്പച്ചനോട് പറ വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ അപ്പച്ചൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പച്ചൻ വന്നിട്ട് ഷൺമനങ്ങളോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞു. അപ്പച്ചൻ ഒരു ഭാരം പോലെ തോന്നി. എന്നാൽ ഞങ്ങളെ സേഫ് ആക്കുകയും വേണം. അപ്പോൾ ഷൺമനങ്ങൾ പറഞ്ഞു സഖാവ് ഇപ്പോൾ പോകുന്നുണ്ട്, സഖാവിനോട് കൂടെ അങ്ങോട്ട് ഒന്ന് പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറിയാ. ഭാര്യ വസ്മതി ചേച്ചിയും കാറിലുണ്ട്. ഇവർ രണ്ടുപേരേ ഉള്ളൂ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. സുജ ഇല്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. രണ്ടുപേർക്ക് ഇരിക്കാമല്ലോ എന്തായാലും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു സഖാവിന് അത് ഇഷ്ടാവില്ല എന്ന്. എനിക്ക് എപ്പോഴും അത് അത്ഭുതമാണ്. ഒരു പാർട്ടിയിലെ ഒരേ സഖാവിൻ്റെ ഇപ്പോൾ സുമേഷ് വണ്ടി ഓടിച്ച് പോകുമ്പോൾ സുമേഷിൻ്റെ ഒരു കൊളീഗിൻ്റെ ഭാര്യനെ മോളെയോ ഒന്നും അവിടെ ആക്കിയേക്കുന്ന ആ കൊളീഗ് വന്ന് പറഞ്ഞാൽ
അതിലെന്താണ് ഇത്ര ഇഷ്ടക്കേട് കാണേണ്ട കാര്യം അല്ലേ? സ്പേസ് ഉണ്ട്. സുമേഷിന്റെ കുടുംബത്തിനെ മാറ്റി നിർത്തിയിട്ടാണ് അതിൽ കയറ്റി വിടണമെങ്കിൽ പിന്നെയും ഉണ്ടെന്നൊക്കെ. ഇത് ഒരു തടസ്സവും ഇല്ലാണ്ട് നല്ല സ്പേസ് ഉള്ള കാര്യം അംബാസിഡർ കാറുമാണ്. അപ്പൊ ശർമ്മങ്ങൾ പറഞ്ഞു അന്ന് സാരില്ല സഖാവ് അങ്ങോട്ട് പറഞ്ഞു. അപ്പച്ചൻ ആകെ ഒരു വല്ലായ്മയിലാണ് പറഞ്ഞ സഖാവ് ഇവരെ കൂടി ഒന്ന്. അപ്പച്ചന്റെ ആ പവ്യത ഇപ്പോഴും എന്റെ മുമ്പിലുണ്ട് കേട്ടോ. പറഞ്ഞു. പക്ഷെ അപ്പച്ചന് ഞങ്ങളോടും ദേഷ്യം എന്തായാലും തോന്നണം. എന്നുവെച്ചാൽ ഞങ്ങള് അപ്പച്ചന് ആ ഭാരം കൊടുത്തത് ശരിയായില്ല. അപ്പച്ചൻ അതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞ കാര്യം ഇതാണ്. ഞങ്ങളത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണമായിരുന്നു, ഒറ്റയ്ക്ക് തിരിച്ചു പോകണമായിരുന്നു എന്ന് ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അപ്പച്ചൻ്റെത്. പക്ഷെ ഒരു വല്ലായ്മയിൽ അപ്പച്ചൻ പറഞ്ഞു സഖാവെ ഇവരെ കൂടി ഒന്ന് വീട്ടിലോട്ടാക്കണം. ഒന്നും മിണ്ടിയില്ല. ഞാൻ ഷൺമുഖങ്ങൾ അങ്ങോട്ട് ഡോറ് തുറന്നു തന്ന് ഞങ്ങൾ അങ്ങോട്ട് കയറ്റിയിരുത്തി. പോണ വഴിക്ക് ഞങ്ങളെ വീട്ടിലിരുത്തിയിട്ടാണോ അദ്ദേഹം പോയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ലയിടത്തും അവിടെ അന്നൊക്കെ പാർട്ടിയിലെ എത്ര ഉന്നത നേതാക്കൾ വന്നാലും മാരുതി വിലാസ് ഹോട്ടലുണ്ട് ഈ പഴയ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ. അവിടെയാണ് എല്ലാവരും സഖാവ് വന്നാലും ആരും അയ്യമ്മ സഖാവൊക്കെ വന്നാലും അവിടെ താമസിക്കുന്നത്. സുന്ദരയ സഖാവ് AKG സഖാവ് മരിച്ചപ്പോൾ വന്നപ്പോൾ മാത്രമാണ് BTH റൂം എടുത്ത് കൊടുത്തത്. ബാക്കി ആര് വന്നാലും CH കണാരൻ സഖാവ് വരെ ഈ മാരുതി വിലാസിലാണ്. പിന്നെ പാർട്ടി കോൺഗ്രസ് ഒക്കെ വന്നപ്പോഴല്ലേ ഇവരൊക്കെ കണ്ണൂരിലെ 5 സ്റ്റാർ ഹോട്ടലൊക്കെ താമസിച്ചെന്നൊക്കെ നമ്മൾ കാണുന്നതൊക്കെ. അന്ന് ആ മാരുതി വിലാസ് ആയിരുന്നു. എറണാകുളം ജില്ല കണ്ണൂരിൽ നിന്ന് അല്ലേ CH കണാരൻ സഖാവ് കണ്ണൂർക്കാരനല്ലേ. തെക്കുന്ന് വന്നവരും ഇവിടെയാണല്ലോ. എറണാകുളം ജില്ല അന്നും മെയിനാണ് എല്ലാം ജില്ല. അപ്പോൾ അങ്ങനെ കയറ്റി വിട്ട്. അപ്പോൾ എനിക്ക് തോന്നി സഖാവിന് എന്താ ഒരു ഇഷ്ടക്കേട്. അത് അമ്മയായിട്ട് പിറ്റേ ദിവസം സംസാരം ഉണ്ടായി കാണുമായിരിക്കണം. ഞാൻ അത് വിട്ടു. പിന്നീട് ഭയങ്കര ഇഷ്ടക്കേട് സംസാരിച്ചിരുന്നു. ഒന്നും ചോദിച്ചില്ല. നമ്മളോട് ചോദിക്കൂലേ? മിണ്ടിയില്ല. പക്ഷെ ഭസ്മ ചേച്ചി ഒരിക്കൽ അമ്മയ്ക്ക് കാലിനെന്തോ പൊട്ടൽ വന്നപ്പോൾ നഴ്സും കൂടിയാണല്ലോ വീട്ടിൽ വന്ന് അമ്മയെ കണ്ടിരുന്നു. സുഖമില്ലാണ്ട് കിടക്കണം അറിഞ്ഞിട്ട് അമ്മയുടെ കാല് ഇന്ത്യൻ ക്ലോസറ്റിൽ പോയിട്ട് പൊട്ടലുമായിട്ട് റെസ്റ്റ് എടുത്തിരുന്നു അമ്മ. അപ്പോൾ ഭസ്മ ചേച്ചി വന്നപ്പോൾ അമ്മ ഇങ്ങനെ പൊട്ടലുമായിട്ട് ഭസ്മ ചേച്ചി ഒറ്റയ്ക്ക് വന്ന് കണ്ടിട്ടുണ്ട്. സഖാവ് നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല. പക്ഷെ സാധാരണ ഒരു കുട്ടി, ഞാനന്ന് ഏതോ സ്കൂളിലോ വല്ല പ്രീഡിയിരിക്കും ഇതുപോലെ ആയിരിക്കണം, പേര് ചോദിക്കുക ഏത് ക്ലാസ്സിലാണ് പഠിക്കുക എന്നൊക്കെ ചോദിക്കുമല്ലോ. അതൊന്നും ഉണ്ടായിട്ടില്ല. അതിനൊന്നും ചോദിച്ചൊന്നുമില്ല, മിണ്ടിയേയില്ല. നിശബ്ദതയായിരുന്നു ആ കാറിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പച്ചനും അദ്ദേഹം തമ്മിലുള്ള അകൽച്ച അറിയണത് പുന്നപ്ര വയലാർ സമരത്തിൽ അപ്പച്ചൻ പങ്കെടുത്തിട്ടില്ല എന്ന്. ആ സമയത്ത് അദ്ദേഹം ഒളിവിലല്ലായിരുന്നു. അന്ന് എനിക്കങ്ങനെ അറിയാൻ പറ്റും സുമേഷ. ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ വായിച്ചുള്ള അറിവാണ്. പൂഞ്ഞാറിലുള്ള എവിടെയായിരുന്നു ഏതോ വൈദ്യരുടെ വീട്ടിലോ. PC ജോർജ് സാറിനോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് അറിയാം. PC ജോർജ് സാറിനോട് ചോദിക്കാം. ഗൗരിയമ്മ സഖാവോ ഇത് പറഞ്ഞിട്ടുണ്ട്. ഗൗരിയമ്മ പറഞ്ഞത് അയാളെങ്ങും ഇതിലൊന്നും ഇല്ലാന്ന്, എല്ലാവരും അയാളെ ഇടപെടോന്ന് വിളിക്കുന്ന രീതി ഉണ്ടായിരുന്നു ഗൗരിയമ്മയ്ക്ക് സഖാവിന്. അപ്പം ഗൗരിയമ്മ സഖാവ് പറഞ്ഞത് തന്നെയാണ് അപ്പച്ചനും പറഞ്ഞത്. പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രം പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞ നേരത്തെ അമ്മയുടെ കേസൊക്കെ കുത്തിപ്പൊക്കി എടുത്തു. VS പത്രക്കാരെ വിളിച്ച് മാധ്യമങ്ങളെ വിളിച്ച് നിർത്തി. VS ആണ് പറഞ്ഞത്. അന്ന് ഞാൻ അപ്പച്ചന് വേണ്ടി സംസാരിച്ചു. അപ്പോൾ അപ്പച്ചൻ പലരോടും പറഞ്ഞു. ഒരു അയ്യരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ്റെ ആത്മാവ് സൂക്ഷിക്കുന്ന ആളാണ്. പോർട്ടേഴ്സിലെ യൂണിയൻ നേതാവായിരുന്ന അദ്ദേഹത്തിനോടും പിന്നെ ബൈസ്റ്റാൻഡർ ഈ 21 ബെഡ്രിഡനായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡറോടും പറഞ്ഞെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു മക്കളോ ബന്ധുക്കളോ പാർട്ടിക്കാരോ ആരും ഒന്നും പറഞ്ഞില്ല, അവള് മാത്രമാണെന്ന് എതിർത്ത് സംസാരിച്ചതെന്ന്. അന്ന് അപ്പോഴാണ് എൻ്റെ പേരൊന്ന് മാധ്യമത്തിൽ അച്ചടിച്ചു വരുന്നത്. ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടിലേക്ക് സിഡ്കോയുടെ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പം ഷൊർണൂരിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ കയറിയായിരുന്നു. അപ്പോൾ എൻ്റെ സീറ്റ് 1-2 പ്രാവശ്യം മാറ്റി വെച്ചോ. അപ്പോൾ ഞാൻ TTയോട് ചോദിച്ചത് ഇപ്പം ഇത്ര പ്രാവശ്യം ഇങ്ങനെ മാറ്റിയിരുത്തണം. അപ്പോൾ പറഞ്ഞു VIP കയറുന്നുണ്ട്, മാറി കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആരാന്ന് വെച്ചപ്പം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ വന്ന് ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന ആ സീറ്റായിരുന്നു എനിക്ക് അലോട്ട് ചെയ്തിരുന്നത്. മാറ്റിയിട്ടാണ് അവിടെ ഇരുന്നത്. അദ്ദേഹത്തിന് തൊട്ടപ്പുറത്തെ സീറ്റ് empty ആണ്. അവിടെയൊന്നും ആരെയും യാത്രക്കാരെയൊന്നും ഇരുത്തണില്ല. നല്ല തിരക്കുള്ള ദിവസമാണെന്ന്. അതിന് ബുക്കിംഗ് കിട്ടിക്കാണും ഇവർ കൊടുക്കാഞ്ഞിട്ടായിരിക്കാം. ഞാൻ ചെന്നപ്പോൾ ഈ TT ചോദിച്ചു എന്താ എങ്ങോട്ടാ പോണേ. ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്ന് കാണാം. അതൊന്നും അവർക്ക് ഇഷ്ടാവില്ല എന്ന് TT അന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഞാൻ സീറ്റിലിരുന്നു. നമ്മള് അറിയാലോ ട്രെയിനിൽ നിന്ന് സംസാരിക്കണ ഭയങ്കര ഓക്വേർഡല്ലേ. പുറകിൽ നിൽക്കുന്നവരും മുമ്പിൽ നിൽക്കുന്നവരൊക്കെ കാണും. അദ്ദേഹത്തിന്റെ അടുത്ത് സീറ്റിലിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നത് മാധവ് ഗാഡ്ഗിലിന്റെ
റിപ്പോർട്ടായിരുന്നു, അദ്ദേഹം അതും വായിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറഞ്ഞു എന്താന്നൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന് എപ്പോഴും ഇതുപോലെ മുഖത്തൊരു ചിരിയുള്ളൊരു ചിരിയാണല്ലോ, നമുക്കങ്ങനെ വിരോധമൊന്നും തോന്നില്ല. അദ്ദേഹം നമ്മളോട് തെറ്റ് ചെയ്താലും ചിരിച്ചുകൊണ്ടായിരിക്കും തെറ്റ് ചെയ്യുക, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാനൊക്കെ അറിയായിരിക്കാം, പക്ഷെ ചിരിയുള്ളതാണ് നമുക്കൊരു സന്തോഷം തോന്നും. അപ്പോൾ എന്താ പറയാണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ചനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ട് നിങ്ങളെ പാർട്ടി ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു അത് കൂടുതൽ കോൺട്രവേഴ്സി ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് പറയാൻ. ഞാൻ പിന്നെ നന്നായിട്ട് മറുപടി പറഞ്ഞല്ലോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അതിൽക്കുള്ള പറഞ്ഞ് പാർട്ടിയും കൂടി അതിൽ പറയണ്ടെന്ന് കരുതി. അങ്ങനെ പറഞ്ഞൊരു ഒഴിഞ്ഞത് ബുദ്ധിപൂർവ്വമുള്ള ഒഴിഞ്ഞു മാറില്ല. മകള് പറഞ്ഞത് അപ്പനെ പ്രൊട്ടക്ട് ചെയ്തല്ല അപ്പന് വേണ്ടിയിട്ട്. പക്ഷെ പാർട്ടി പറയേണ്ടതായിരുന്നു അല്ലേ, പാർട്ടിയുടെ സഖാവിനെ ഇങ്ങനെ കുടുംബപരമായിട്ട് അടിച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ലെന്ന്. അത് നമുക്ക് പറയാമല്ലോ. അന്ന് അപ്പച്ചൻ പറഞ്ഞിരുന്നു വി എസ് സഖാവിന്റെ മനോരമ എടുത്ത് നോക്കിയാൽ കാണാം, വി എസിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ അസുഖമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്ന്. അതിലുണ്ട് എല്ലാം അല്ലേ. അത് പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല. ഞാൻ പോയി വി എസിനെ കണ്ട് സങ്കടം പറഞ്ഞത് സത്യം തന്നെയാണ്. ഞാൻ പരാതി എഴുതി കൊടുത്തിരുന്നു എൻ്റെ അമ്മയെ രക്ഷിക്കണമെന്നും പറഞ്ഞ്. അത് പിൻകാലത്ത് മുതലെടുക്കാൻ നിൽക്കാന്ന് പറയണത് ഇപ്പം ഞാനും സുമേഷും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്യണം, സുമേഷിന് ഞാൻ സങ്കടം പറയണം. പിന്നീട് നമ്മൾ തമ്മിൽ വഴക്കിട്ടാൽ അന്ന് സങ്കടം പറഞ്ഞില്ലേ എന്നും പറഞ്ഞത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു പറഞ്ഞ് എൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം, നീ അന്ന് എൻ്റെ മുമ്പിൽ കരഞ്ഞു വന്നതല്ലേന്ന് അല്ലേ. ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് ആരെയാ പറഞ്ഞത്? കൂടെ ഈ ജീവിതം മുഴുവൻ ത്യാഗം ചെയ്തൊരു സഖാവിനല്ലേ, ആ സങ്കടത്തിൽ കൂടെ നിൽക്കേണ്ടവരായിരുന്നില്ലേ. അതങ്ങ് മുതലെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ പിണറായി വിജയനെയും സഖാവിനെയും ഞാൻ അന്ന് പോയി കണ്ടിരുന്നു. അദ്ദേഹം എന്താ പറയുക, ഞാൻ അതിനു മുമ്പ് ചോദിച്ചോട്ടെ, പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? പിണറായി വിജയൻ സാറിനെ ഞാൻ കേൾക്കണത് ശ്രദ്ധിക്കുന്നത് മനോരമയില് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് സെക്രട്ടറിയേറ്റ് ആദ്യമായിട്ട് തെരഞ്ഞെടുത്തല്ലോ. അപ്പൊ മിന്നൽ പിണറായി എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു തലക്കെട്ട്. മിന്നൽ പിണറായി എന്നും പറഞ്ഞിട്ട് വലിയ അക്ഷരമാണ്, എങ്ങും വെക്കാത്ത പോലത്തെ വലിയ മോഡൽ ഫ്രണ്ട് പേജിൽ അതിലെ വന്ന. അപ്പൊ മിന്നൽ പിണറായി. അപ്പൊ എനിക്ക് ആദ്യം കത്തിയില്ല, എനിക്ക് ഇത്തിരി ട്യൂബ്ലൈറ്റാ ചില കാര്യത്തില്. മിന്നൽ പിണറായി എന്താ പറ്റി മിന്നൽ, അത് കണക്ട് ചെയ്തില്ല. എനിക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മാത്രമേ പിണറായി വിജയൻ അറിയുള്ളൂ. ഈ മിന്നലും പിണറായിയും കൂടിയുള്ള ഇത് വന്നില്ല. അത് പിന്നെ വായിച്ചു വന്നപ്പോൾ മനസ്സിലായി. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്നു അമ്മയുടെ സമയത്ത് വി എസ് സഖാവ് കണ്ടോൺമെന്റ് ഹൗസിൽ പോയിട്ടാണ് കണ്ടത്. അപ്പൊ എന്നോട് പറഞ്ഞു വിജയനെ പോയി കൂടി കണ്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ വി എസ് സഖാവ് പറഞ്ഞു. അങ്ങനെ വിജയ സഖാവിന്റെ മുമ്പിലും പോയി. അപ്പൊ ഇതുപോലെ വിജയൻ സഖാവ് സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്നു. ചെന്നു എന്നോടൊന്നും ഇരിക്കാൻ പോലും പറഞ്ഞില്ല. വി എസ് സഖാവ് ഇരിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ, ഇരിക്കി എന്നൊക്കെ പറഞ്ഞു. ആർക്ക്? ഇപ്പൊ പിന്നെ മുഖ്യമന്ത്രിയാണെന്ന് വെക്കാം, പക്ഷെ അന്ന് പാർട്ടി സെക്രട്ടറി ഇല്ലേ, കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറി. കമ്മ്യൂണിസ്റ്റ് എന്താണ് സോഷ്യലിസം? ഏത് ഇല്ലായ്മക്കാരൻ വന്നാലും ഏത് പ്രായത്തിലുള്ളവർ വന്നാലും ഇരിക്കാൻ പറയാന്നുള്ളത്. ഞാൻ എറണാകുളത്ത് നിന്ന് അവിടെ നിന്ന് എന്റെ മക്കളെയും കൊണ്ട് പോയതാണ്. എന്റെ മകനന്ന് 3.5 വയസ്സേ ഉള്ളൂ. ഒരു ഇതും അതാണ് ഈ സോഷ്യലിസം ഒക്കെ പറയാനും കേൾക്കാനും രസമുണ്ട്, അത് പ്രാവർത്തികമാക്കാനും പറ്റൊന്നുമില്ല. അപ്പൊ ഇരിക്കാൻ പോലും പറഞ്ഞില്ല. അത് പോട്ടെ, സാരില്ല, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള യോഗ്യതയൊന്നും. പക്ഷെ പിന്നീട് ഇരിക്കാൻ പറഞ്ഞു. അത് ചെയ്തത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത് വിട്ടുപോയതാ. അന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്പച്ചനോട് പറയണം, അമ്മയുടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണം. അപ്പോൾ ഭയങ്കര ഗൗരവമായിരുന്നു. ഞാൻ ലോറൻസിനോട് സംസാരിക്കാന്ന് പറഞ്ഞു, അല്ലാണ്ട് വിഷമിക്കണ്ട, അദ്ദേഹത്തിന്റെ മകളുടെ ഒക്കെ പ്രായം, അദ്ദേഹത്തിന്റെ നമുക്കറിയാം. അത് അങ്ങനെയൊന്നും ആരോടും പറയുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല, നമുക്കറിയില്ല. എങ്കിൽ പോലും പൊതു സമൂഹത്തിൽ പോലും അദ്ദേഹം ഇത്ര പൊതുവേദികളിൽ പോലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് അത്തരം ഒരു ആശ്വാസവാക്കുകളൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പറഞ്ഞില്ല. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ പോയി കണ്ടു. ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയില്ലേ, അപ്പോൾ ചെന്നപ്പോൾ വലിയ കാര്യമായിരുന്നു. ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കാൻ നമുക്ക് മടിയായിരുന്നു. എന്നുവെച്ചാൽ ബഹുമാനം കൊണ്ട് നിർബന്ധിച്ചിരുത്തി. ഞാനൊരു ഇതുപോലെ ഒരു പരാതിക്കെട്ട് ഞാൻ അന്നും കൊടുത്തിരുന്നു. അല്ലെ, ഞാൻ മുട്ടുസൂചി ഒന്നും വെക്കാൻ ക്ലിപ്പ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെന്ന്. ഒരു പരാതിയും ഇല്ല. അദ്ദേഹം വളരെ അക്കാര്യത്തിലൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആണ്, ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. ഒരു സ്റ്റാഫിനോട് പോലും പറഞ്ഞില്ല, സ്വന്തമായിട്ട് ആ ടേബിളിലെ ക്ലിപ്പ് എടുത്തത് ക്ലിപ്പ് ചെയ്തു. 2016 അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി പിണറായി വിജയൻ സഖാവിന്. അതിപ്പോ സുമേഷ് മുഖ്യമന്ത്രി ആയാലൊക്കെ മാറും, ഞാനായാലും മാറും. നമുക്ക് അധികാരവും പവറും സുഖസൗകര്യങ്ങളും കൂടുമ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറും. അതിനു മുമ്പ് ഇ കെ നായനാർ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നു, വി എസ് ഉണ്ടായിരുന്നു. അവരൊന്നും മാറിയിട്ടില്ല. അവരൊക്കെ 5 വർഷം പഠിച്ചിട്ടുള്ളൂ. ഇത്രയും കണ്ടിന്യൂഷൻ പറഞ്ഞിട്ടില്ല. അത് ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ. മറ്റേത് ഇറങ്ങുന്ന ഉറപ്പാണ് അവർക്കൊക്കെ. 5 വർഷത്തേക്ക് ഇതേ ഉള്ളൂ. നായനാർ സഖാവിന് കുറച്ചുകൂടി എന്താണ്
പാർട്ടിക്ക് ഒരു ഗ്രീഡിനെസ് ഇതുപോലെ പഞ്ചായത്ത് ഇലക്ഷനിലെല്ലാം കൂടെ തൂത്തുവാരിയെന്നും പറഞ്ഞിട്ട് അപ്പോൾ പീരീഡ് കഴിഞ്ഞിട്ടില്ലായിരുന്നു, 3 വർഷം ആയിട്ടുള്ള 1.5 വർഷം കൂടി ഉള്ളപ്പോൾ അപ്പം ഇലക്ഷൻ നിന്ന നിയമസഭ ഒന്നും കൂടി മറ്റേ ഈ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി ഓൾട്ടർനേറ്റീവ് ആയിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്, അത് കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് കണ്ടിട്ടുള്ള റാങ്ക് ഓവറിൽ ചാടിക്കയറി 1.5 വർഷം ബാക്കിയുള്ളപ്പോൾ രാജിവെച്ചു. അദ്ദേഹം കഴിഞ്ഞല്ലോ. എന്നിട്ട് ഇത് ഹാങ് ഓവർ നമ്മൾ അഡിക്റ്റ് ആയി പോവില്ലേ, ലഹരി. അത് ഇവര് പണ്ട് AK ആന്റണിനെ കളിയാക്കി എഴുതിയിട്ടുണ്ട്. ദേശാനി വാരികയിൽ തായാട്ട് ശങ്കരൻ സാറ് ഒരു ലേഖനം എഴുതി. അതിന്റെ തലക്കെട്ട് അധികാരത്തിന്റെ ശീതളച്ചായൽ എന്നായിരുന്നു. ഇടത് മുന്നണിയിലായിരുന്നു ആന്റണി ഗ്രൂപ്പ്. അപ്പോൾ അത് ആന്റണി സാറാണെങ്കിൽ പെട്ടെന്ന് സാഡ് ആവുകയും പെട്ടെന്ന് സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. ഉടനെ പിറ്റേ ദിവസം അനങ്ങിയ രാജിവെക്കുന്ന ഒരാളായിരുന്നല്ലോ. അത് അദ്ദേഹത്തിനെ കളിയാക്കി തന്നെ എഴുതിയതായിരുന്നു. എന്നുവെച്ചാൽ അധികാരത്തിന്റെ ശീതളച്ചായൽ സുഖമായിട്ട് ഇവരുടെ കയ്യിൽ നടക്കണമെന്നും പറഞ്ഞു. അങ്ങനെയാണല്ലോ ഇടത് മുന്നണിയിൽ നിന്ന് കോൺഗ്രസ് പോകുന്നത്. ഇതിൽ പിന്നെ എപ്പോഴാണ് ഈ സമൂഹ മാധ്യമത്തിലൂടെ നിരന്തരം പ്രതികരിക്കുന്നുണ്ട്, പാർട്ടിയെയും നേതാക്കളെയും പാർട്ടിയുടെ അപജയത്തെയും ഒക്കെ പരിഹസിക്കുന്നുണ്ട്. അത് ഈ ഉള്ളിലുള്ള ഒരു അമർഷം പുറത്തു വരുന്നതാണ്. അമർഷമാണെങ്കിൽ പരിഹാസമായിരിക്കില്ലല്ലോ. പരിഹാസം അല്ലല്ലോ, ഞാൻ തമാശ രൂപത്തിൽ അത് എഴുതല്ലേ. ബഹുമാനക്കുറവുള്ളത് പരിഹാസമൊന്നും അല്ലത്. എല്ലാവരോടും ബഹുമാനത്തോടെ അല്ലാണ്ട് ഞാൻ എന്റെ കമന്റ്സിൽ ആരെങ്കിലും വന്ന് എടാ പോടാന്നൊക്കെ പിണറായി വിജയൻ എഴുതിയാൽ ഞാൻ അപ്പം അവരോട് പറയാറുണ്ട്, ഇത് ഇവിടെ വേണ്ട, അത് ഡിലീറ്റ് ചെയ്യണം, നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. സ്വന്തം അക്കൗണ്ടിൽ വിളിച്ചോട്ടെ, എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് പിണറായി വിജയനെ ഞാൻ അങ്ങനെ വിളിക്കാൻ ഞാൻ കഴിയുന്നതും കണ്ട ഞാൻ അതപ്പോൾ അതിന് ഒരു അല്ല ഞാൻ ചോദിച്ചത് നിരന്തരം ഇങ്ങനെ പറഞ്ഞു ഒരു പരിഹാസം. പിന്നെ ഇവരുടെ ഈ തൊഴിലാളി പാർട്ടി ബൂർഷ്വാസൊക്കെ ആണാണ് പരിഹാസം. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ ആരുടെ ഭാര്യമാരെ അവരുടെ മക്കളെ ഒന്നും ഞാൻ വലിച്ചഴച്ചിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മയെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും തിരിച്ച് പറയാൻ തുടങ്ങിയത്. ഞാൻ സമൂഹ മാധ്യമത്തിൽ ആക്റ്റീവ് ആയത് 2014-14 FBയോട് ചോദിച്ചാൽ തന്നെ അറിയാം ഞാൻ എന്നാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതെന്ന്. 2014 എനിക്കൊരു സ്മാർട്ട് ഫോൺ കിട്ടുന്നത് ആദ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട്. അതിന് 14 മിലനായിരിക്കും ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതെന്ന്. ആകെ 13 ഫ്രണ്ട്സാണ് എനിക്കുണ്ടായിരുന്നത്, 13 പേര്. അല്ലാണ്ട് ഞാനത് നോക്കാനും അറിയില്ല. എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എൻ്റെ വിചാരം മുഴുവൻ കാശ് പോയിക്കൊണ്ടേയിരിക്കും, ഫോൺ കേടാവുന്ന ഓർത്ത് ഫോട്ടോ പോലും എടുക്കാൻ പേടിയായിരുന്നു. ഞാൻ സെൽഫിക്ക് ഇങ്ങനെ അഡിക്റ്റ്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സെൽഫിക്ക് പിണറായി വിജയൻ സാറിന് അധികാരം ലഹരി പോലെ എനിക്ക് സെൽഫി ഒരു അഡിക്റ്റാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇന്ന് ഇതൊക്കെ ശരിയാക്കി കഴിഞ്ഞൊരു 10-15 സെൽഫി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അതെടുത്തിടും FBയിൽ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ. അപ്പോൾ അതൊരു ലഹരിയായിരുന്നു. അപ്പോൾ ഞാൻ FB അദ്ദേഹത്തിന് ശരി വരണോ, എന്നെ പിരിച്ചുവിട്ടല്ലോ 19 ടെർമിനേറ്റ് ചെയ്തല്ലോ, കോവിഡും വന്നു. പിരിച്ചുവിട്ട ഉടനെ എന്നെ പിരിച്ചുവിട്ടവർ ഉൾപ്പെടെ ഞാനും വീട്ടിൽ വിടാൻ അധികാരം എടുത്തവരും ഒരേപോലെ വീട്ടിൽ. പിന്നെ അവർക്ക് വരുമാനം ഉണ്ടെന്ന് എനിക്ക് വരുമാനം ഇല്ലാണ്ടായിപ്പോയെന്ന് മാത്രം. അപ്പോഴാണ് നമ്മളിത് എഴുതാൻ തുടങ്ങി. ആ സമയത്ത് ഏതോ ഒരു പാർട്ടിക്കാരൻ, ഒരുത്തൻ്റെ പേര് സുരേഷ് കുമാർ എന്നോ, അങ്ങനെ കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അവിടെ ഒരുപാട് അനാശാസ്യ പ്രവർത്തനവും പൈസയുടെ തിരിമറിയും നടത്തിയവൻ എൻ്റെ അമ്മയും എന്നെയൊക്കെ അപമാനിച്ചിട്ട് FB എഴുതി. അത് K സുരേന്ദ്രന് അന്ന് BJP ഹാഷ്ടാഗ് ചെയ്തു. അപ്പോഴാണ് ഞാൻ കുറേ ചരിത്രങ്ങൾ തന്നെ എഴുതി വന്നപ്പോഴാണ് ഇതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ടെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. പിന്നെ അത് ഓരോ ആഴ്ചയിൽ 1-2 ആഴ്ച കൂടുമ്പോൾ ഒന്ന്, പിന്നെ ഇപ്പൊ ദിവസത്തിൽ 2-3 ദിവസം എന്തെങ്കിലും അല്ല എൻ്റെ കാര്യത്തിൽ എല്ലാ ദിവസം 3 നേരം ഒന്നും ഇല്ല. പാർട്ടിയുടെ മറ്റൊരു ആഴ്ചയിലിടും. പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ഇടണ്ടേ. അത് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ. കാരണം പറയുന്നത് ഞാൻ പലപ്പോഴും ആ പോസ്റ്റുകളിലെ വീഡിയോ ആക്കിയിട്ടുണ്ട്. പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകളാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കേരളത്തിൽ വളർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരു നേതാവിൻ്റെ മകളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിരാശ തോന്നുന്നുണ്ടോ? അതായത് അപ്പച്ചൻ ഒരു സാമ്പത്തികമായി ഉന്നതിയിലുള്ള കുടുംബത്തിൽ ജനിച്ചു, അമ്മയും അപ്പച്ചനും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഒരുപക്ഷെ അപ്പച്ചൻ ഈ ജീവിതം പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും. ഇപ്പോൾ സുജയ് പറയാറുണ്ട് അപ്പച്ചനെ അങ്ങനെ തലതിരിഞ്ഞ് പോയില്ലായിരുന്നെങ്കിൽ. ഇപ്പോഴത്തെ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് പോണ ഒരു ഗ്യാങ്ങിൻ്റെ സ്വാധീനത്തിലാണ്, അവരെ ട്രാപ്പ് ചെയ്യുവാണ് അല്ലേ. ഏത് ഇതിലും കള്ളക്കടത്തിലോട്ടായാലും സെക്ഷൽ മാഫിയയിലോട്ടായാലും എന്ത് ആയാലും കുട്ടിക്കാലത്തെ അവരെ വലിച്ചോണ്ട് പോവുകയാണ്. അതിൽ അറിയാത്ത പ്രായത്തിലാക്കിയിട്ടാണ്. അപ്പച്ചൻ എപ്പോഴും അഭിമാനത്തോട് പറയുന്ന കാര്യമാണ് 13 വയസ്സിൽ 13 വയസ്സുകാരൻ എന്ത് പക്വത അന്ന് ഉണ്ടായിരുന്നു.
അപ്പച്ചന് അന്ന് പാരൻസ് നിർബന്ധിച്ച് പഠിപ്പത്തിൽ തന്നെ നിർബന്ധിച്ച് നിർത്തി, ഇതിൽ പോകാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞെങ്കിൽ വേറെ ട്രാക്കിൽ. പക്ഷെ അപ്പച്ചന് കഴിവില്ലാത്ത ഒരാളല്ലല്ലോ, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, കണക്ക് ബൈഹാർട്ടാണ്, ആ ബുദ്ധിയാണ് സുജയ്ക്ക് കിട്ടിയെന്ന് എപ്പോഴും പറയും. മറ്റേ കണക്ക് കൂട്ടൽ നല്ല ഇതിലാണ്. അപ്പച്ചൻ്റെ വീട്ടിൽ കൊപ്ര കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ നല്ലൊരു കൊപ്ര കച്ചവടക്കാരനോ അല്ലെങ്കിൽ നല്ലൊരു അധ്യാപനോ ഒന്നുമില്ലെങ്കിൽ നല്ലൊരു ഹോമിയോ ഡോക്ടർ, ആയുർവേദ ഡോക്ടറെങ്കിലും ആകുമായിരുന്നു. ചികിത്സയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പോൾ നമുക്ക് നിരാശയല്ല, ഒരു നിരാശ സങ്കടം ഒന്നാണല്ലേ. അപ്പച്ചന് ഈ ഫേക്ക് ഐഡിയോളജിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇറങ്ങി തിരിച്ചെന്ന് ഓർക്കുമ്പോൾ ആ തിരിച്ചറിവ് അപ്പച്ചനും കണ്ടിട്ട് തന്നെയാണ് പോയത് കേട്ടോ. അപ്പച്ചനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിലൻ 10th പഠിക്കുമ്പോൾ ചോദിച്ചോ, അവനിങ്ങനെ പൊളിറ്റിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ആളാണ്, രാഷ്ട്രീയത്തിൽ ഇറങ്ങട്ടെ. അപ്പോൾ പറഞ്ഞു, രാഷ്ട്രീയം പഴയ രാഷ്ട്രീയമല്ല, നീ നന്നായിട്ട് പഠിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ അപ്പച്ചൻ പറയുമായിരുന്നല്ലേ, നീ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാണെങ്കിൽ തന്നെ പാർട്ടിയിൽ വേണം പോകാൻ കേട്ടോ എന്ന് പറയുമായിരുന്നല്ലോ. അപ്പച്ചനും കുറ്റബോധം ഉണ്ടായിരുന്നു, പരോക്ഷമായിട്ടെങ്കിലും അദ്ദേഹം അത് പ്രകടിപ്പിച്ചിരുന്നോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒറ്റയ്ക്ക് അപ്പച്ചൻ, ഞാൻ പറഞ്ഞില്ല, അപ്പച്ചൻ്റെ അപ്പൻ മറ്റേ ബൈസ്റ്റാൻഡർ, നേരെ ആദ്യം നിന്ന് ബൈസ്റ്റാൻഡർ ചോദിച്ചു എന്ന്, ആ ബൈസ്റ്റാൻഡർ ഇങ്ങനെ ചോദിച്ചു എന്ന്, എങ്ങനെ ഇതൊക്കെ ഫേസ് ചെയ്തു എന്ന്. അപ്പച്ചൻ അന്ന് ബെഡ്റിഡനായിട്ട് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ കിടക്കുമ്പം അദ്ദേഹം ചോദിച്ചു, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായി, പിന്നെ ഇത് പാർട്ടിയിൽ ഒന്നും നേടി, പാർട്ടിക്കാരെന്നെ ശത്രുക്കളായില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന്, അപ്പച്ചൻ ഇങ്ങനെ കിടക്കുകയാണ്, മലന്ന് കിടക്കുമ്പോൾ അപ്പച്ചൻ്റെ അപ്പം പറഞ്ഞു എന്ന്, ജീവിതത്തിൽ സന്തോഷം സങ്കടവും വന്ന ഹാർട്ടിൻ്റെ ഇവിടെ നിന്ന് ഇത്രയും അകറ്റി നിർത്തണമെന്ന്, അതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കരുതെന്ന്. അപ്പോൾ അപ്പച്ചനത് എടുത്തു കാണില്ല. അപ്പച്ചൻ യോഗയൊക്കെ ചെയ്ത് നല്ല മനസ്സും ശരീരവും നല്ല എന്താ പറയുക ആരോഗ്യത്തിൽ തന്നെ ഇരുന്ന ഒരാൾ അതും ഫേസ് ചെയ്തെന്ന് പറയാം. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ അപ്പച്ചനത് മൗനത്തിലായിപ്പോ, മൗനമൊന്നും ആയിരുന്നില്ല. അപ്പച്ചനെ എഴുതുക, വായിക്കുക, ഡെയിലി അപ്പച്ചൻ്റെ റൊട്ടീനിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. കൃത്യസമയത്ത്, അല്ലാണ്ട് പാർട്ടിയിൽ ഇന്ന് മീറ്റിംഗിൽ ഇല്ലല്ലോ, എനിക്ക് രാവിലെ ആണെങ്കിൽ ഏരിയ കമ്മിറ്റിയിലോട്ടല്ലേ തരം താഴ്ത്തിയെ, ഏരിയ കമ്മിറ്റിയിലൊന്നും ആരും വിളിക്കില്ല, ഇന്ന് സഖാവിന് മീറ്റിംഗ് ഉണ്ടെന്നോ കാറയക്കലൊന്നും ഇല്ലല്ലോ. അപ്പോൾ പക്ഷേ അപ്പച്ചൻ 10 മണിക്ക് 11 മണി വരെ കിടന്നുറങ്ങിയില്ല. അപ്പച്ചൻ എന്ന് ആക്റ്റീവ് ആയിരുന്നോ അതുപോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കുന്ന ആളാണ്. ആ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്തു, ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ള മനസ്സിനോട്ട് ഒന്നും എടുക്കുന്ന ഒരാളായിരുന്നില്ല അപ്പച്ചൻ. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടൽ അപ്പച്ചൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ മുമ്പിൽ ഒരു അടിയറവ്. പക്ഷെ ഞങ്ങളും ആരും ചോദിച്ചില്ല. അപ്പച്ചൻ വെട്ടി നിരത്തി AK സെന്ററിൽ EMS സഖാവിൻ്റെ കാറിൽ വന്നത് കുറച്ച് മരുന്ന് കുപ്പികളും ബുക്സും 1-2 ജോഡി ഡ്രസ്സുമായിട്ടാണ്. അമ്മയ്ക്ക് എങ്ങനെ ചോദിക്കാമായിരുന്നു ഇപ്പം എന്തായിന്ന്, നമ്മളാരും ഒന്നും ഭാവിച്ച. പക്ഷെ അപ്പച്ചൻ്റെ അധികാരങ്ങളോ അപ്പച്ചൻ്റെ സ്ഥാനങ്ങളോ ഞങ്ങളുടെ ലൈഫിനെ ബാധിച്ചിട്ടില്ല ഒരു വിധത്തിലും. എന്നുവെച്ചാൽ അതുകൊണ്ട് വരുമാനം കൂടിയിട്ടില്ല, ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. അപ്പച്ചൻ നേരെ അന്ന് മനോരമയിലൊക്കെ വന്ന കാർട്ടൂണൊക്കെ DGPനെ പിടിച്ച് കോൺസ്റ്റബിൾ ആക്കിയെന്ന്. DGPയുടെ വരുമാനം അല്ലല്ലോ കോൺസ്റ്റബിളിന്, പക്ഷേ പാർട്ടിയിലെ ഒരാളുടെ വരുമാനം അങ്ങനെ തന്നെയായിരുന്നില്ലേ. ആ DGP ആണെന്നും പറഞ്ഞ് ഞങ്ങളാരും ഒന്നും ചെയ്യാനൊന്നും പോയിട്ടില്ല. അപ്പോൾ കോൺസ്റ്റബിളായിട്ട് വന്ന അപ്പച്ചൻ അങ്ങനെ തന്നെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് HRDSന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. എങ്ങനെയാണ് HRDSന്റെ പ്രവർത്തനങ്ങളൊക്കെ? HRDS ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു മോട്ടോ ആയിരുന്നു, ഞാൻ ഡിസൈനർ എന്ന നിലയ്ക്ക് നാഷണൽ ക്രാഫ്റ്റ് മ്യൂസിയത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ രാജ്യത്തെ ആദിവാസികളെ നേരിട്ട് കാണുന്നത്. നമ്മളുടെ ഇവിടെ ഈ രാജേന്ദ്ര മൈതാനിലെ ആദിവാസികളെ കൊണ്ടുവന്ന ഒരു ആവിക്കുളി നടത്തി അവരുടെ പായസവും വിറ്റിട്ട് പോവുകയാണ്. പക്ഷേ നാഷണൽ ക്രാഫ്റ്റ് മ്യൂസിയത്തിൽ ഗവൺമെൻറ് അവർക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് ഒരു മാസം കൊണ്ടുവന്ന് വെസ്റ്റ് ബംഗാളിലെ ട്രൈബൽസിനെയും സന്താൽ ട്രൈബ്സ് എല്ലാവരെയും കൊണ്ടുവന്ന് അവരുടെ കലകൾ അവിടെ അവതരിപ്പിക്കും, അവരുടെ ആർട്ട് അവരെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനൊക്കെ വിൽക്കാനുള്ള ഒരു സാഹചര്യം. അപ്പോൾ എനിക്ക് അവരുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അവരുടെ കുറച്ച് ആർട്ട് അവർ വെച്ചിരുന്നത് ഞാനിത് വസ്ത്രങ്ങളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യിപ്പിച്ച് അവർക്ക് നല്ല ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ട് അവരൊക്കെ എവിടെയെങ്കിലും വെച്ച കണ്ട് ഓടി വരികയും ഇപ്പോഴും വിളിച്ച് ചോദിക്കും ഓർഡർ വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് എനിക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട്. ഒറ്റയ്ക്ക് എന്നുള്ള ഒരാൾ ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ടും എല്ലാം ലിമിറ്റേഷനുണ്ട്. പിന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിലും എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അതാണ് എൻ്റെ ഒരു മോട്ടോ, അത് തന്നെയാണ്. അപ്പോൾ HRDSുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് വേണ്ട ഷെൽട്ടറാണ് HRDS ആദ്യം ഒരുക്കി കൊടുക്കണ്ടേ, ഏറ്റവും വേണ്ടത് അതല്ലേ. ഒത്തിരിയും ചെയ്യുന്നുണ്ട്. പിന്നെ കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിൽ
HRDSനെ പോലെ NGO ചെയ്യുന്നതിൻ്റെ 10% ഗവൺമെന്റുകൾ ചെയ്യുന്നില്ല. ഫണ്ട് കുറെ അവർക്ക് ഉണ്ട്, മിനിസ്ട്രി ഉണ്ട്, ആദിവാസി പട്ടികജാതി പട്ടികവർഗം എന്നൊക്കെ പറഞ്ഞ് മിനിസ്ട്രി ഉണ്ടെങ്കിലും ഇവർക്ക് വേണ്ട ഒരു കാര്യവും ചെയ്യണില്ല. എന്തുകൊണ്ട് ഈ ആദിവാസികളെ അവര് ജനിച്ച അതേപോലെ തന്നെയാണ് അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അജികൃഷ്ണ സാറും പറയാറുണ്ട്, അവരുടെ ലൈഫ് ഒന്ന് മാറ്റിയെടുക്കണ്ടേ, അവരങ്ങനെ കഴിഞ്ഞാൽ മതി, എന്നാലേ അവരുടെ പേരിൽ ആക്കിയെടുക്കുക. അവരുടെ വിദ്യാഭ്യാസവും അല്ല, അവർ ഉന്നതിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസമായിട്ടും സാമ്പത്തികമായിട്ടും ഉന്നതിയിൽ വന്ന സർക്കാരിന് ഈ ഫണ്ട് ഇതിന് മാറ്റാൻ പറ്റില്ല, ഒന്നും മാറ്റാൻ പറ്റില്ല. അതാണ് സ്ഥാപക സെക്രട്ടറി പറയുന്ന ഒരു എക്സ്ക്യൂസ് അവർക്ക് തയ്യാറാവണില്ല എന്ന്. അതിലൊരു ഡോക്ടറായ വലിയ വാർത്ത പത്രക്കാർ കൊടുക്കും, അത് അവിടെ കഴിഞ്ഞു. ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ പല കുട്ടികളും അവിടെ നിന്നുണ്ടാവും. ഒരു ഡോക്ടറോ ഒരു പൈലറ്റോ ഒരു എഞ്ചിനീയറോ അല്ല ഉണ്ടാകാൻ പോകുന്നത്, അല്ലേ? അവരെ ചിലപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാറ്റി എടുക്കാൻ സമയം എടുക്കും, പതുക്കെ. അല്ലാണ്ട് ഏതെങ്കിലും മധു മരിക്കുമ്പോൾ മധുവിന്റെ പെങ്ങളെ കൊണ്ടേ ഫോറസ്റ്റ് ഗാർഡ്, അപ്പോഴും ഫോറസ്റ്റിലാണ് പുറം ലോകം കാണിക്കുന്നത്, പോലീസില്. PSC വഴി കിട്ടിയതല്ല, അല്ലാതെ കിട്ടിയതല്ല, അല്ല, അത് നഷ്ടപരിഹാരമായി കൊടുത്തതൊന്നുമല്ല, അവരുടെ PSC വഴിയാണ്. ഞാൻ ക്ഷമിക്കുക, ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു ആരെങ്കിലും കൊന്ന ഉടനെ കൊല്ലപ്പെട്ടാല് റേപ്പ് ചെയ്യപ്പെട്ട PSC വഴി കിട്ടിയ, റേപ്പ് ചെയ്യപ്പെട്ടാലും റേപ്പ് ചെയ്യപ്പെട്ടാലും കൊല്ലപ്പെട്ടാലും 10 ലക്ഷം ജോലിയും ഉറപ്പാണല്ലോ നമ്മുടെ നാട്ടില്. ഈ ആദിവാസികളുടെ കാര്യമാണ്. അത് HRDS വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ആദ്യം നമ്മുടെ പ്രൈമറി നീഡ് ഷെൽട്ടറാണ്, അത് അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് അവരെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അല്ലാണ്ട് അവരെ അബോറിജിനൽ ആണെന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവൻ നമുക്ക് കാഴ്ചവസ്തുക്കളല്ലല്ലോ, നമ്മളെപ്പോഴും ആദിവാസികളെ കാഴ്ചവസ്തുക്കളായിട്ടാണ് കാണുന്നത്. അതെ. അപ്പോൾ എന്തായാലും HRDSുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. മിലൻ നല്ലൊരു അഡ്വക്കേറ്റായി വരട്ടെ. നിയമബിരുദം അവസാന വർഷമാണ് അല്ലേ? വരട്ടെ. നമ്മുടെ സമയം അനുവദിച്ചതിലും കൂടുതൽ സമയം ചേച്ചിക്ക് നീണ്ടുപോയി, ചേച്ചിക്ക് തിരക്കാണ് അറിയാം. പക്ഷേ മാറ്റമുണ്ടാകാത്തത് ഒന്നിന് മാത്രമേ ഉള്ളൂ. ഇനി കമ്മ്യൂണിസം മാറി പഴയ കമ്മ്യൂണിസത്തിലേക്ക് എത്തില്ല ഒരിക്കലും. അതൊരിക്കലും ഒരു മാറ്റമല്ല, അത് ശാശ്വതമായി കമ്മ്യൂണിസവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പക്ഷേ ഇപ്പോഴും സഖാവ് MM ലോറൻസിനെ പോലെയുള്ള കുറേ സഖാക്കൾ, അവരുടെ ജീവനും ജീവിതവും ഈ പറഞ്ഞതുപോലെ, ഒരുപക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ലായിരുന്നു നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവനും ജീവിതവും ഒക്കെ ത്യജിച്ചിട്ടാണ് ഇന്ന് പല കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റ് മുതലാളിമാരും നാട് ഭരിക്കുന്നതും കോടികൾ സമ്പാദിക്കുന്നതുമൊക്കെ. എന്തായാലും നന്ദി, നമസ്കാരം.